ചെറിയൊരു കഥ പറയാം. കേൾക്കേണ്ട ആൾക്കാർ ഇവിടെയുള്ള പരീക്ഷ എഴുതുക. എന്നാലും പറയാം, നിങ്ങൾക്കും ആവശ്യമാണല്ലോ. ഇന്നത്തെ കഥ എന്ന് പറഞ്ഞാൽ ഒരു ശില്പി എന്ന് പറഞ്ഞാൽ തമിഴിൽ സിർപ്പി അല്ലേ. ആള് എന്താ ചെയ്യുന്നത്? ആളുടെ ജോലി എന്താ? ശില്പം ഉണ്ടാക്കുക. ആള് നടന്നു പോവുക. അപ്പോൾ പോകുമ്പോൾ 2 കല്ല് കാണും. എന്താ കാണുന്നത്? കല്ല് കാണുമ്പോൾ അതിൽ ഒരു കല്ലിൽ ആളെന്ത് ചെയ്യും? ശില്പം ഉണ്ടാക്കാനായിട്ട് ചുറ്റിക വെച്ച് അടിക്കും. അപ്പോൾ ആ കല്ലങ്ങ് കരയുക, അയ്യോ എന്നെ ഒന്നും ചെയ്യരുത്, എനിക്ക് വേദന സഹിക്കാൻ വയ്യ, എന്നെ ഒന്നും ചെയ്യരുതെന്ന്. ഓക്കെ, ആ സങ്കടം കണ്ടിട്ട് ശില്പി എന്ത് ചെയ്യും? ആ കല്ലിനെ അങ്ങ് വെറുതെ വിടും. അപ്പോൾ തൊട്ടടുത്ത് വേറൊരു കല്ല് കിടപ്പുണ്ട്. എന്ത് ചെയ്തു? അതിൽ ആളെന്ത് ചെയ്യാൻ തുടങ്ങി? ശില്പം ഉണ്ടാക്കാൻ തുടങ്ങി. ശില്പം എന്ന് പറഞ്ഞാൽ കോവിലുക്കുള്ള ഇരിക്കുന്ന സ്വാമി. ആ സ്വാമിയുടെ ശില്പം ഉണ്ടാക്കാൻ തുടങ്ങി. പക്ഷെ നമ്മുടെ ഈ കല്ല് എന്ത് ചെയ്തില്ല? കരഞ്ഞില്ല. ആ വേദനയൊക്കെ അങ്ങ് സഹിച്ചു. ഒക്കെ അതായി ആ ശില്പം, അതായത് ആ സ്വാമി രൂപം എല്ലാമായി. അപ്പോൾ എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ, ഈ ശില്പമായി മാറിയ ഈ കല്ലിനെ എല്ലാവരും പിന്നെ ഒരു ദിനം എന്ത് ചെയ്യാൻ തുടങ്ങി? പൂജ ചെയ്യാൻ തുടങ്ങി. അതേസമയം ആദ്യം എനിക്ക് പറ്റില്ല, എനിക്ക് വേദന താങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആ കല്ല് എന്ത് ചെയ്തെന്നോ, അവിടുത്തെ നാട്ടുകാരെല്ലാം കൂടെ നടക്കല്ലായിട്ട് പിടിച്ചിട്ടു. നടക്കല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ കോവിലേക്ക് കയറുന്നതിന് മുന്നാടി ചവിട്ടി കയറില്ലേ, ആ നടക്കല്ലായിട്ട് പിടിച്ചിട്ടു. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? വേദന സഹിച്ച്, അതായത് മുയർച്ചി പണിയിട്ടല്ലേ, അത് ഒരു കഠിന പരിശ്രമം, ഹാർഡ് വർക്ക് ചെയ്തിട്ട് ആ വേദനയൊക്കെ സഹിച്ച് നല്ല രീതിയിൽ ഓക്കെ ഇതെൻ്റെ നല്ലതിനാണ് എന്ന് ചിന്തിച്ച് നിന്ന കല്ല് എന്ത് ചെയ്തു? എല്ലാവരാലും എന്ത് ചെയ്തു? പൂജ ചെയ്തില്ലേ? സ്വാമിയായി പൂജ ചെയ്തു. അതേസമയം എനിക്ക് പറ്റില്ല, എന്നെക്കൊണ്ടാകില്ല എന്ന് പറഞ്ഞ് ചിന്തിച്ച് കിടന്ന കല്ല് എന്തായി? എല്ലാവരും ചവിട്ടി ഏറുന്ന വെറും ഒരു കല്ലായി മാറി. അപ്പം എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ കഥയിൽ നിന്ന് എന്ത് കിട്ടുന്നത് നമുക്ക്? മുയർച്ച ചെയ്യണം അല്ലേ. നമ്മളുടെ കടമ പഠിക്കുക എന്നുള്ളതാണ്. ആ പഠിക്കുന്നതിനായിട്ട് കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്ത്, ആ ഹാർഡ് വർക്ക് എന്ന് പറയുന്ന ആ ഒരു വഴി എന്ന് പറയുന്നത് കുറച്ച് വേദനയുള്ളതും സങ്കടമുള്ളതും ഒക്കെ പാടാം, നമുക്ക് പാടാം, കൊച്ചു കുട്ടികൾക്ക് പാടാം. അപ്പോൾ അതെന്ത് ചെയ്യാം? അത് സഹിക്കുക. ഇപ്പോൾ നമ്മൾ സഹിച്ചാൽ നാളെ നമ്മൾ എന്ത് ചെയ്യും? എല്ലാവരാലും റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളായി, അല്ലെങ്കിൽ എല്ലാവരും സ്നേഹിക്കുന്ന ഒരാളായിട്ട് മാറും. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിനം ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു.